ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ മണിശങ്കർ അയ്യർ. എപ്പോഴും മോദിയുടെ മസിൽ പവർ വിലപ്പോകില്ല. പാകിസ്ഥാന്റെ പക്കൽ അണുവായുധമുണ്ട്. പാകിസ്ഥാനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർ അണുവായുധം പ്രയോഗിക്കുമെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, നരേന്ദ്രമോദിക്ക് ആയുധം കൊടുക്കാൻ എപ്പോഴും സന്നദ്ധനാവുന്ന കോൺഗ്രസ്സുകാരനാണ് മണിശങ്കർ അയ്യർ. അദ്ദേഹത്തിന്റെ ചായ്വാല പരാമർശമായിരുന്നു വലിയ തോതിൽ 2014 തെരഞ്ഞെടുപ്പ് സമയത്ത് BJPക്ക് സഹായകരമായതെങ്കിൽ ഇതാ 2024 വേറെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ആയുധം മണിശങ്കർ അയ്യർ കൊടുക്കുകയാണ് BJPക്ക്. വളരെ സന്തോഷപൂർവ്വം അത് BJP സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മണിശങ്കർ അയ്യർ ഉണ്ടാക്കുന്ന തലവേദനകൾ കോൺഗ്രസിന് ഒഴിയുന്നേയില്ലേ? അഭിലാഷ്, തീർച്ചയായിട്ടും പിത്രോഡയുടെ പരാമർശങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന. കോൺഗ്രസിന്റെ ഭരണകാലത്ത് പാകിസ്ഥാനുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്നത്തെ നരേന്ദ്രമോദി സർക്കാർ അതിന് തയ്യാറാകുന്നില്ല. പ്രകോപിതമാകുന്ന രീതിയിലാണ് പാകിസ്ഥാനുമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. തീവ്രവാദികളുള്ള രാജ്യത്തോട് ചർച്ച ചെയ്യാനല്ല, മറിച്ച് അവരെ കയ്യൂക്കുകൊണ്ട് നേരിടുമെന്നുള്ള കാര്യമാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അവരുടെ കയ്യിൽ അണുവായുധമുണ്ട്, അവരെ ഭയക്കണം, അവരെ ബഹുമാനിക്കുമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് BJP വലിയ രീതിയിൽ തന്നെ ആയുധമാക്കുന്നുണ്ട്. ഇത് കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന രീതിയിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. യെസ്, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.